കറണ്ട് അഫയേഴ്സ് ആൻഡ് GK വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2023 COP28 ഉച്ചകോടി നടന്നത് ഉത്തരം ദുബായിലെ എക്സ്പോ സിറ്റിയിൽ. COP28 അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ സുൽത്താൻ അൽ ജാബിർ. കോപ്പ് എന്നതിൻ്റെ പൂർണ്ണമായ രൂപം? ഉത്തരം കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. COP28 പ്രധാന ലക്ഷ്യം? ഉത്തരം കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ ലോകത്തെ സജ്ജമാക്കുക. കാലാവസ്ഥാ ഉച്ചകോടിയുടെ പരമമായ ലക്ഷ്യം എന്താണ്? ഉത്തരം കാർബൺ ഇന്ധനങ്ങൾ, പ്രധാനമായും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതാണ് കാലാവസ്ഥാ ഉച്ചകോടിയുടെ പരമമായ ലക്ഷ്യം. ലോകത്തെ കൽക്കരി, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം പരമാവധി കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഉത്തരം 2030 കാർബൺ ബഹിർഗമന ഇന്ധനങ്ങൾക്ക് പകരമായി പ്രധാനമായും ഉപയോഗിക്കേണ്ടത്? ഉത്തരം സൗരോർജം, കാറ്റ്, ജലം തുടങ്ങിയവ ഉപയോഗിച്ച് ഊർജോൽപാദനം 3 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നതാണ്. പാരീസിൽ 2015 നടന്ന COP21 പങ്കെടുത്ത രാജ്യങ്ങൾ? ഉത്തരം 196 രാജ്യങ്ങൾ. 2015 പാരീസിലെ ബോർഷെ ഉച്ചകോടിയിലെടുത്ത പ്രധാന തീരുമാനം? ഉത്തരം കാർബൺ ബഹിർഗമനം കുറയ്ക്കുക. ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസ് ആയി പരിമിതപ്പെടുത്തുക എന്നിവയായിരുന്നു. ലോകത്തെ ഏറ്റവും ചൂട് കൂടിയ വർഷമായി കണക്കാക്കുന്നത്? ഉത്തരം 2023. ഏറ്റവും കൂടുതൽ ഹരിതഗൃഹവാതകം അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന വ്യവസായം ഏതാണ്? ഉത്തരം സിമന്റ് വ്യവസായം. ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്താണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ച് എങ്ങനെ സിമന്റ് ഉൽപ്പാദിപ്പിക്കാം എന്നതാണ്. ആഗോളതാപനം രൂക്ഷമാക്കുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 28 മടങ്ങ് അധികം പങ്കുവഹിക്കുന്നത് എന്താണ്? ഉത്തരം മീഥേൻ. മീഥേന്റെ വലിയ പങ്ക് അന്തരീക്ഷത്തിലെത്തുന്നത് എങ്ങനെയാണ്? ഉത്തരം നഗര ജൈവ മാലിന്യങ്ങളിൽ നിന്ന്. നെൽകൃഷിക്കായി നിലമുഴുമ്പോൾ അന്തരീക്ഷത്തിൽ ധാരാളമായി എത്തുന്നത്? ഉത്തരം മീഥേൻ. 149 രാജ്യങ്ങൾ ഒപ്പുവെച്ച മീഥേൻ നയം കാലാവസ്ഥാ കരാറുകളുടെ ഭാഗമായത്? ഉത്തരം 2021 ഉച്ചകോടിയിൽ. അന്തരീക്ഷത്തിലെത്തുന്ന കാർബൺ പുറന്തള്ളൽ 45% കുറയ്ക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത്? ഉത്തരം 2030. അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഏറ്റവുമധികം പുറന്തള്ളുകയും വായു മലിനീകരണത്തിന് കാരണമാകുകയും ചെയ്യുന്നത്? ഉത്തരം ഡീസൽ വാഹനങ്ങൾ, ഇഷ്ടിക ചൂള, ഗ്യാസ് സ്റ്റൗ, കപ്പൽ ഗതാഗതം എന്നിവയൊക്കെയാണ്. കാർബൺ പുറന്തള്ളൽ 24% കുറയ്ക്കാൻ കഴിഞ്ഞ ഏക രാജ്യം? ഉത്തരം ഇന്ത്യ. COP27 നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഈജിപ്തിലെ ഷറം എൽ ഷേഖിൽ നടന്നു. COP29 നടക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം അസർബൈജാനിൽ. കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കാനായി UN കൊണ്ടുവന്ന പദ്ധതിയാണ്? ഉത്തരം 1997 ക്യോട്ടോ പ്രോട്ടോക്കോൾ. ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ച് രൂപീകരിച്ച ഉടമ്പടിയിൽ 191 രാജ്യങ്ങൾ പങ്കെടുത്തു. UNFCCC എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. കാലാവസ്ഥാ വ്യതിയാന നിയന്ത്രണത്തിനായി ഇന്ത്യയുടെ ഒരു നിർദ്ദേശമാണ്? ഉത്തരം കൂളിംഗ് വെബ്. കൂളിംഗ് വെബ് എന്ന സംവിധാനത്തിലൂടെ കുറഞ്ഞ ചെലവിൽ പരമാവധി ചൂട് നിയന്ത്രിക്കത്തക്ക വിധം കെട്ടിടങ്ങളും മറ്റും രൂപകൽപ്പന ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ നിർദ്ദേശം.
അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മയായ ഗ്ലോബൽ കാർബൺ പ്രോജക്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം 2022 കാർബൺ ബഹിർഗമനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം 3-ാം സ്ഥാനം. 1-ാം സ്ഥാനം ചൈനയ്ക്കും 2-ാം സ്ഥാനം US-നുമാണ്. എന്താണ് ക്ലൈമറ്റ് ഫണ്ട്? കാലാവസ്ഥാ ദുരിതം നേരിടുന്ന രാജ്യങ്ങളെ സഹായിക്കാനായി സമ്പന്ന രാജ്യങ്ങൾ നൽകുന്ന ഫണ്ടാണ് ക്ലൈമറ്റ് ഫണ്ട്. COP28 പ്രധാന തീരുമാനം എന്താണ്? ഉത്തരം പുനരുപയോഗ ഇന്ധനം 2030-നകം 3 ഇരട്ടിയാക്കുക. ഹരിത ഗൃഹവാതകം കുറച്ച് താപനില 1.5 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ പിടിച്ചു നിർത്തുക. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ കൂടുതൽ ഗവേഷണ പദ്ധതികൾ തുടങ്ങുക എന്നിവയൊക്കെയാണ് COP28 എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം.